എൻ്റെ പൊന്നോ, ഇത്ര കാലം നമ്മളിത് അറിയാതെ പോയല്ലോ. പപ്പടം വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല അടിപൊളി സമൂസയാണ് റെഡിയാക്കുന്നത്. ഒന്നോ രണ്ടോ പപ്പടം ഉണ്ടെങ്കിൽ 4 സമൂസ വരെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സോട് കൂടിയിട്ടാണ് ഈ ഒരു സമൂസ. ഷീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയം മാത്രമേ വരുള്ളൂ. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല മുരിഞ്ഞ സമൂസ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചായ തിളക്കുന്ന സമയം കൊണ്ട് കടിയും റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം എടുക്കുന്ന സമയത്ത് വലിയ പപ്പടമൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ അത് വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂസ അത്യാവശ്യം വലിപ്പം ഉണ്ടാവുമേ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഫില്ലിങ്സ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു വെല്ലുള്ളിയുടെ കഷ്ണം, അങ്ങനെ 1.5 വെല്ലുള്ളി ചെറുതായിട്ട് ഒന്ന് കനം കറിച്ച് അരിഞ്ഞതും, ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി കിട്ടണ്ട. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വെല്ലുള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമൂസ. തീർച്ചയായിട്ടും ഇന്ന് ഈവനിങ്ങിൽ ഇതന്നെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊന്ന് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് തന്നെ വഴറ്റി കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്. ഈ സമയത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. പപ്പടം വെച്ചിട്ടുള്ള ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സമൂസ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ക്യാരറ്റിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വല്യുള്ളി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ക്യാരറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ പച്ചക്കറി കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇത് കഴിക്കുകയും ചെയ്യും, ഒപ്പം പച്ചക്കറിയൊക്കെ അവരുടെ വയറ്റിലും ആവും കേട്ടോ. അപ്പോൾ ബുദ്ധിയുള്ളവന്മാരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബീൻസ് ചേർത്ത് കൊടുക്കുക, നമ്മളെ ഗ്രീൻ പീസ്, അങ്ങനെയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ്. നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഗരം മസാലൻ്റെ പൊടി ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത്തിരി മീറ്റ് മസാല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 2 ഉരുളൻകിഴങ്ങാണ്. ഒന്ന് പുഴുങ്ങിയെടുത്തതുണ്ടെങ്കിൽ അത് ഇതിലോട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലയ്ക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ കിഴങ്ങാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഞാനിവിടെ കുഞ്ഞി കിഴങ്ങായതിൻ്റെ പേരിൽ 2 കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് അതുപോലെ ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ പിച്ചിയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഏതാണോ നമുക്ക് സിമ്പിൾ, ഏതാണോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അത് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫില്ലിങ്സാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിന്നോട്ടെ കേട്ടോ, വെള്ളം ഒഴിച്ച് കൊടുക്കരുതേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് ഞാനിവിടെ ഉപ്പ് ചേർക്കണില്ല, കാരണം നമ്മൾ പപ്പടത്തിലാണല്ലോ ഇതൊന്ന് കവർ ചെയ്യാനായിട്ട് പോണത്. പപ്പടത്തിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം വല്യുള്ളിയിൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മതി കേട്ടോ. ഉപ്പിട്ടാൽ ഉപ്പ് ഏറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മറക്കണ്ട, ഉപ്പിട്ട് കൊടുക്കുകയേ വേണ്ട. ഫസ്റ്റ് നമ്മൾ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടല്ലോ, അത് മാത്രം മതി. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മല്ലിച്ചപ്പ് ചേർക്കുകയാണ്. സമൂസയിൽ മല്ലിച്ചപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ രുചി വേറെ ലെവലാണല്ലേ. കിട്ടുന്നവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തൊടിയിൽ ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു ഇല എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാകും. നമ്മുടെ ഫില്ലിങ്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം എടുക്കാം കേട്ടോ. പപ്പടം വാങ്ങുമ്പോൾ 1 വലിപ്പമുള്ളത് നോക്കി വാങ്ങുക. 2 നല്ല ബലം പിടിച്ച പപ്പടമാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ മടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് കുഴഞ്ഞ് നിൽക്കുന്ന പപ്പടം ഉണ്ടാവും. അത് നോക്കിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്കിതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് നമുക്കിതുപോലെ വെച്ചിട്ട് പച്ചവെള്ളം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഒന്നെങ്കിൽ ഇതുപോലെ പച്ചവെള്ളം കൊണ്ട് ഒട്ടിപ്പിടിപ്പിക്കുക. പപ്പടമാണ്, ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ ഇതല്ല ഞാൻ ചെയ്ത മെത്തേഡ്. ഞാൻ ചെയ്തത്
കുറച്ച് മൈദാമാവ് എടുത്ത് കലക്കിയിട്ട് നമ്മൾ സാധാരണ സമൂസയൊക്കെ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഉണ്ടാക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ചിലപ്പോൾ എണ്ണയിൽ കിടക്കില്ല, ചില സമയത്ത് ഓപ്പൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു ഇച്ചിരി മൈദ കലക്കിയെടുക്കാം. 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ മൈദാമാവൊക്കെ നല്ല രീതിയിൽ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. മൈദാമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലും ചെയ്തെടുക്കാം. പിന്നെ ചിലർക്ക് മൈദയോട് അങ്ങനെ അലർജി ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെയുള്ളവർ പച്ചവെള്ളത്തിൽ തന്നെ തൊട്ടിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്യുക, മടക്കുക. ഇനി സിമ്പിളാണ് കേട്ടോ പരിപാടി, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച് കിട്ടുന്നുണ്ട്. പപ്പടം വാങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് പപ്പടം നോക്കി വാങ്ങുക. ഈ ഒരു പപ്പടത്തിൽ ചെറിയൊരു ബലം പിടുത്തമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല സോഫ്റ്റ് കുഴഞ്ഞ് നിൽക്കുന്ന പപ്പടം വാങ്ങുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. കണ്ടല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ ഫില്ലിങ്സൊക്കെ നിറച്ച് കൊടുത്താൽ മാത്രം മതി. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. വലിയൊരു പണിയൊന്നുമില്ല. ഫില്ലിങ്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഒരു പണി മാത്രമേ ഈവനിങ്ങിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി എന്നും നമ്മൾ ഈവനിങ്ങിൽ ഈ ഒരു സമൂസ തന്നെ റെഡിയാക്കുള്ളൂ. പപ്പടം കൊണ്ട് റെഡിയാക്കിയതാണോ, പപ്പടത്തിൻ്റെ സ്മെല്ലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മളിതാ ഫില്ലിങ്സൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുത്തി നിറയ്ക്കരുത്, അതിൻ്റെ ഉള്ളിൽ അത് ഒരുപാട് സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മൈദാമാവ് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചോളും. ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കിട്ടും. ഇനി ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മൾ പപ്പടം പൊരിക്കുമല്ലോ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീർത്ത് പൊങ്ങി വരും. ഒരുപാട് സമയമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒന്ന് നമ്മളവിടെ റെഡിയാക്കി, ബാക്കി ഇതുപോലെ നമ്മളൊന്ന് ഫില്ലിങ്സ് റെഡിയാക്കി കൊടുക്കുകയാണ്. ഒരുപാട് കുത്തി നിറച്ചാൽ ചിലപ്പം നമുക്ക് തൊട്ടി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡൊക്കെ അങ്ങനെ പൊട്ടിപ്പോവും. വലിയ പപ്പടമാണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിൽ സമൂസയും കിട്ടും, അത്യാവശ്യം കൂടുതൽ ഫില്ലിങ്സൊക്കെ നിറക്കാനായിട്ട് പറ്റും. ഉണ്ടല്ലോ, അത്യാവശ്യം 2 പപ്പടം കൊണ്ട് തന്നെ നമുക്ക് ഒരു 4 സമൂസ വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത്ര സിമ്പിളാണ്, അതിലേറെ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ സമൂസ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കൊടുക്കാനുണ്ടാവില്ല അല്ലേ, ആ ഒരു സമയത്ത് വരെ നിങ്ങൾക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾ ഇന്നൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ പെട്ടെന്ന് ഞാനിതാ ഫില്ലിങ്സൊക്കെ നിറച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. കണ്ടല്ലോ, കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഫില്ലിങ്സ് വെക്കലും ഒട്ടിക്കലൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തേ 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കി നിൽക്കണ്ട, ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളൂ. എന്തായാലും തികയാതെ വരും, എത്ര കഴിച്ചാലും നമുക്കിങ്ങനെ മതിയാവില്ല, വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ കുഞ്ഞു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ അല്ല, ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്യണത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മളെ കയ്യിൽ എന്താണുള്ളത് വെച്ചാൽ അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ മുകളിലോട്ട് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. നമ്മൾ പപ്പടം പൊരിക്കുമല്ലോ, അത്ര സമയം തന്നെ മതി ഇതിന് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് വരും. വെറും 5 മിനിറ്റ് മതി ഈ ഒരു ചായക്കടി നമ്മൾ റെഡിയാക്കാനായിട്ട്. ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. മക്കൾ ടിഫിൻ ബോക്സിലല്ല സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റും. എന്തായാലും അവർ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ നമുക്ക് അവർക്ക് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ പറ്റും എന്നുള്ളവർക്ക് ചിക്കനൊക്കെ ചെറിയ പീസാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കൾ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും, പച്ചക്കറിയൊക്കെ അവർ വയറ്റിലാവുകയും ചെയ്യും കേട്ടോ. പിന്നെ പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. പുറമേ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക. കണ്ടല്ലോ, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് പൊരിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്കിത് പൊരിച്ച് കോരാം കേട്ടോ. നമ്മൾ ഉൾഭാഗം വേവാനായിട്ട് കാത്തു നിൽക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയതാണ് ഫില്ലിങ്സൊക്കെ.
പിന്നെ ഇപ്പോൾ ഈ പുറമേയുള്ള ഈ ഒരു പപ്പടം മാത്രം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇട്ട് കൊടുക്കുമ്പോഴേക്ക് നന്നായിട്ട് വീർത്ത് വരും. ഒരു സൈഡ് ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കോരി മാറ്റുക. സിമ്പിൾ പരിപാടിയാണ്. ഇനി സമൂസ കഴിക്കാൻ കൊതിയാവുമ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. ഒരിക്കലും ആരും പറയില്ല കേട്ടോ ഇത് പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് പറയില്ല. പിന്നെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്. കാരണം പപ്പടത്തിൽ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ഉപ്പുണ്ട്. പക്ഷേ ഉപ്പ് കയറിപ്പോയാൽ എല്ലാത്തിലും ഉപ്പ് കൂടി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ കോരി മാറ്റുന്നത് കണ്ടല്ലോ. കാണാനും നല്ല മൊഞ്ചുണ്ട് അല്ലേ? കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ചായക്ക് ആദ്യം വെള്ളം വെക്കുക. അതിനുശേഷം ചായ തിളക്കുന്ന ഒരു സമയത്തോടെ തന്നെ നമുക്ക് റെഡിയാക്കിക്കുക. അപ്പോൾ നല്ല മുരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞാൽ പപ്പടം കണ്ടല്ലോ തണുക്കുന്ന പോലെ ഒരു ഷീറ്റൊന്ന് തണുത്ത് കുഴഞ്ഞ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടോട് കഴിക്കുമ്പോഴാണ് നല്ല രുചി കേട്ടോ. കണ്ടല്ലോ, ഒരു 5-6 പപ്പടം വെച്ചിട്ട് ഇത്ര കൂടുതൽ ഒരൊറ്റ പ്ലേറ്റ് ഫുള്ള് നല്ല അടിപൊളി സമൂസ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പപ്പടം പൊട്ടിച്ചപ്പോൾ കണ്ടല്ലോ ഇത്ര പപ്പടം ഇവിടെ ബാക്കിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ് എന്താണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല മക്കളെ. മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിച്ചോളും. ഉണ്ടല്ലോ നമ്മൾ ക്ലോസ് ചെയ്തതൊക്കെ നല്ല മൈദമാവ് വെച്ച് ഒട്ടിച്ചിരുന്നു. പൊട്ടിപ്പോയിട്ടോ ഓപ്പണായിട്ടോ ഒന്നുമില്ല കേട്ടോ. കണ്ട പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പപ്പടം പൊരിച്ച് അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കണതിലേറെ ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ടൊമാറ്റോ കച്ചപ്പും മയോണൈസൊന്നും വേണമെന്നില്ല കേട്ടോ. മക്കൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയാണ് ഞാനീ പറഞ്ഞത്. അതല്ല ഇതുപോലെ നമുക്ക് പ്ലെയിനായിട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. ഒരൊറ്റ കട്ടൻ ചായയും ഒപ്പം തന്നെ ഇതുപോലെ 1-ലും 2-ലും 3-ലൊന്നും നമ്മൾ ഒതുങ്ങി നിൽക്കില്ല. ഒരു 5-6 നമുക്ക് എന്തായാലും വേണ്ടി വരും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. കണ്ടല്ലോ അതിൻ്റെ ഉൾവശത്തെ ഫില്ലിങ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് പപ്പടത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഇതുപോലെ നല്ല അടിപൊളി സമൂസയൊക്കെ റെഡിയാക്കട്ടെ. കണ്ടല്ലോ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ നമ്മൾ സാധാരണ സമൂസ കഴിക്കുന്ന അതേ ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. ഷേപ്പിന് ചെറുങ്ങനെ ഒരു മാറ്റമുണ്ട്, എന്നാലും കുഴപ്പമില്ല. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോണതിന് മുന്നേ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും കാണട്ടെ. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വലിയൊരു പണിയും കാര്യങ്ങളൊന്നുമില്ല. വെറും 5 മിനിറ്റ് മതി. ഇൻഷാ അല്ലാഹ് നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.